എല്ലാവർക്കും ഷെഫ് ഡി എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ഐറ്റമായിട്ടാണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് റസ്കിൻ്റെ പൊടിയുണ്ട്, കോൺഫ്ലവർ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KFC പോലെ അല്ലെങ്കിൽ എന്താ പറയുക, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, റോസ്റ്റഡ് ഫിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി അതല്ല. അപ്പം ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഒന്ന് മീൻ വറുത്ത് നോക്കാൻ പോവാണ്. അപ്പം അറ്റ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള വിവരം ഞാൻ കൃത്യമായി പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വരയാനുണ്ട് കേട്ടോ, വരഞ്ഞ് വെക്കണം. പിന്നെ വേണ്ടത് മെയിനായിട്ട് റസ്കിൻ്റെ പൊടിയുണ്ട്, നമ്മുടെ കോൺഫ്ലവർ ഉണ്ട്. പിന്നെ ഈ മീനയിൽ നമ്മൾ വറുക്കാനായിട്ട് അരപ്പ് തേക്കുമല്ലോ, അത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അരപ്പ് തന്നെയാണ്. നമ്മൾ കുറച്ച് ഫിഷ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് ലേശം പാലും കുറച്ച് മുട്ടയും. ഈ 2 ഐറ്റം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ? എന്താ ഓക്കെ. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പം നമ്മളിതിനകത്ത് നമ്മുടെ മീൻ വറക്കാനുള്ള കൂട്ടാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഫിഷ് മസാല ഇടും. നമ്മൾ 2 മീനേ ഉള്ളൂ, ആ മീനിനനുസരിച്ചുള്ള മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഫിഷ് മസാല, ലേശം ലേശം മഞ്ഞപ്പൊടി ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു നുള്ളോ എല്ലാം ഇട്ടാൽ മതി, കാരണം 2 മീനല്ലേ ഉള്ളൂ. അപ്പം ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ലേശം പൊടി. അതിൻ്റെ കൂടെ മുളക് പൊടി അഭിവാജ്യ ഘടകമാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ലേശം ഉപ്പ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആ പടം വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിതിനെയും പുരട്ടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നത് പാലൊഴിച്ചിട്ടാണേ. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ വരഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ മീൻ വരയണം. മീനെ മസാല നല്ലപോലെ പിടിക്കുന്ന രീതിയിലൊന്നും വരഞ്ഞു വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അകത്തോട്ടൊന്നും മസാല കയറത്തില്ല കേട്ടോ. അപ്പോൾ മീൻ നല്ലപോലെ വരഞ്ഞിട്ട് നമ്മുടെ മസാല തേച്ച് വെക്കുക. മീനെടുത്ത് നല്ലപോലെ ഒന്ന് വരഞ്ഞിട്ട് മസാല 2 സൈഡും തേച്ച് അകത്തും തേച്ച് വിടണം കേട്ടോ. പറഞ്ഞില്ലേ, 2ഉം വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മസാല തേച്ച് വെക്കാം. 2 സൈഡും നല്ലപോലെ മസാല വെക്കണം, അകത്തും തേക്കണം. അല്ലെങ്കിൽ വെന്ത് വരുമ്പോഴത്തേക്കിന് അകത്ത് ടേസ്റ്റ് ഇല്ലാതെ. അപ്പോൾ നമ്മുടെ മീനെല്ലാം മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് വരെ, 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലെ, ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി മസാല പിടിക്കുന്നതാണ് വരെ അല്ലേ. ഓക്കെ, നമ്മൾ വറക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ആദ്യമേ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ആദ്യമേ കോൺഫ്ലോറിലോട്ട് മുക്കുക. കാരണം ഓൾറെഡി അതിനകത്ത് ചെറിയൊരു നനവുള്ളത് കൊണ്ട് കോൺഫ്ലോറിൽ മുക്കി എടുക്കുന്നുണ്ട്. ഇനി അത് മുട്ടയ്ക്കകത്ത് മുക്കണേ. ഇനി അത് മറ്റേ റസ്ക് പൊടിക്കകത്ത് മുക്കിയിട്ട്, നമ്മൾ റസ്ക് പൊടിച്ചതാണ് ഇതേ, മറ്റേ ക്രസ് ക്രംസ് മേടിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് റസ്ക് പൊടിച്ചെടുത്ത്. അപ്പോൾ ഓക്കെ, പൊടിച്ചെടുത്ത് നേരെ എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് തട്ടുക.
അപ്പം നമ്മുടെ ബ്രോസ്റ്റഡ് ഫിഷ് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത, അതായത് റിസ്ക് പൊടിയിൽ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ ജാടയ്ക്ക് ബ്രോസ്റ്റഡ് ഫിഷ് എന്നൊക്കെ പറയും. കാരണം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് സാധാരണ ഈ പറയുന്ന മീൻ വറുക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇച്ചിരി പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഇവരാരെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആരെങ്കിലും കണ്ണിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ പാലും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ടേസ്റ്റിൻ്റെ വ്യത്യാസം എന്തായിരിക്കും എന്നും കൂടെ അറിയാനായിട്ടാണ് നമ്മളങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി നോക്കിയത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് വിവരം പറയാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ട് നല്ലപോലെ. എങ്ങനെയുണ്ടോ? അടിപൊളി സാധനം. നമ്മൾ നേരത്തെ ഫിഷിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും കൊള്ളാം. വേറെ രുചിയൊന്നും ഇല്ലല്ലോ? വേറെ രുചിയൊന്നുമില്ല. എന്തിൻ്റെ ടേസ്റ്റാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് പറയാൻ പറ്റുമോ? ആ ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ റിസ്ക് ഇട്ടില്ലേ, ആ റിസ്കിൻ്റെ ഒരു ടേസ്റ്റ്, ആ ക്രിസ്പി ആയിട്ടുള്ളത് അത് ഫ്രണ്ട് വരുന്നുണ്ട്. പിന്നെ മസാലയുടെ മസാലയുടെ ഓക്കെ, അടിപൊളി സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലേ? പിന്നെ അപ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത് അവരോട്? എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവരേക്ക് എത്തിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തുക.